ബിഗ് ബോസ് നിങ്ങളിൽ പലരും കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആയിരിക്കും അത്, റൈറ്റ്? ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും അതിന്റെ ഇന്റീരിയേഴ്സ് ചേഞ്ച് ചെയ്യും, പക്ഷെ അതിന്റെ ലോജിക് സ്റ്റേസ് സെയിം. ഈ ഷോന്റെ മാനേജ്മെന്റിന് എന്തുകൊണ്ട് അവർക്ക് ഒരു ന്യൂട്രൽ കളേഴ്സും പിന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീട് ഡിസൈൻ ചെയ്തുകൂടാ? അവർക്ക് പിന്നെ നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു റിലാക്സിങ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്പേസ് എന്തുകൊണ്ട് ഡിസൈൻ ചെയ്തുകൂടാ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കളേഴ്സ്, ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ പാലറ്റ്സ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ്, ഇതെല്ലാം ഭയങ്കര എന്താ പറയുക എക്സോട്ടിക് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡിസൈനേഴ്സ് അവർ ഇതിന്റെ സൈക്കോളജിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ലോട്ട് ഓഫ് പാറ്റേൺസും ഈ ടെക്സ്ചേഴ്സും അതേപോലെ ഈ ഷേപ്സ് ഒക്കെ ഡിഫറെന്റ് പാറ്റേൺസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അവരുടെ പിന്നെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഇന്റീരിയേഴ്സ് ഇവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പുറത്തായി പോകുന്ന കണ്ടസ്റ്റൻസ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഫീല് വേറെ തന്നെയാണ്, നമ്മൾ പുറത്ത് ഇരുന്ന് കാണുന്ന പോലെയല്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ, ഒരു എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ ഒരു ഇന്റീരിയർ സൈഡ് തന്നെയാണ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസും അവിടുത്തെ കളർ പാലറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ് ആൻഡ് ബോൾഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ. ഇത് അവരുടെ എക്സ്പ്രസീവ് ആക്കാനും പിന്നെ അവരുടെ ഇമോഷൻസിനെ ഔട്ട്ബേസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് അവർ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ പാറ്റേൺസ് ആയിക്കോട്ടെ, അവിടെയുള്ള എക്സോട്ടിക് കളേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈനേഴ്സ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഹാർട്ട് റേറ്റിനെ വരെ ഇതിനെ ബാധിക്കുന്ന രീതിയിൽ അവർ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ലേഔട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഓപ്പൺ ലേഔട്ടാണ്. അത് അവരുടെ ഒരു പ്രൈവസിനെ ബാധിക്കും, അവരുടെ പിന്നെ ഇന്ററാക്ഷൻസ് കൂട്ടും. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇതിന്റെ ലേഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബെഡ്റൂംസിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ഏരിയകളിലൊക്കെ കംപ്ലീറ്റ് അവർ വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിസിബിലിറ്റി കൂട്ടാനും അവർക്ക് ഹൈഡായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറേഴ്സ് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ ഒരു ബിഹേവിയർ ചേഞ്ചിനും അതേപോലെ അവരുടെ ഒരു കോൺഷ്യസ് ഫീലിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ലൈറ്റിംഗ് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ അവരുടെ യൂസ് ചെയ്തിട്ടുള്ള ബെഡ്റൂംസിലുള്ള ലൈറ്റിംഗ് അല്ല അവരുടെ കോമൺ ലിവിങ് ഏരിയയിൽ ഉണ്ടാവുക, അതല്ല അവരുടെ പിന്നെ ഇപ്പോൾ കൺവെൻഷണൽ റൂം അങ്ങനത്തെ സ്പേസിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഡിസൈൻസ് എല്ലാം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാസ്ക് ലൈറ്റിംഗിൽ നമ്മളിപ്പോൾ കൺഫെഷൻ റൂമിലാണെങ്കിൽ അവിടുത്തെ ടാസ്ക് ലൈറ്റിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഫേസിലേക്കാണ് അവരുടെ ടാസ്ക് ലൈറ്റിംഗ് വരിക. അപ്പോൾ അവരുടെ കൂടുതൽ ഇമോഷണൽ ആവും, അവർ പിന്നെ ഔട്ട്ബേസ്റ്റ് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ. ഇത്രയും സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉള്ള ഒരു ഡിസൈനാണ് ബിഗ് ബോസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ വരുന്നത്. ഇനി ഇതിനുള്ളിലെ ഫേർണിച്ചേഴ്സിലേക്ക് നോക്കാം. നമുക്ക് ഒരിക്കലും നമ്മളെ വീടുകളിൽ കാണുന്ന പോലത്തെ ഭയങ്കര റിലാക്സിങ് ആയിട്ട് കോംഫർട്ട് ആയിട്ടുള്ള ഒരു ഫേർണിച്ചർ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ ഈ ഷോ കാണുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും, അത് ഭയങ്കര എന്താ പറയുക അൺഷേപ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ്, ലെസ് കംഫർട്ട് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സമയം അവിടെ റെസ്റ്റ് ചെയ്യാനോ പിന്നെ ഒരു സ്പേസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനോ തോന്നാത്ത രീതിയിലാണ് അവിടെ ഫേർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അവർ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, അപ്പോൾ അവിടെ ഇന്ററാക്ഷൻസ് സംഭവിക്കും, അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ പിന്നെ തോട്ടിലാണ് അവിടുത്തെ ഫേർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്തത്.